ദുർഗാപൂർ കൂട്ടബലാത്സംഗ കേസിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണങ്ങൾ തള്ളി മെഡിക്കൽ റിപ്പോർട്ട്. വിദ്യാർത്ഥിനി പീഡനത്തിനിരയായത് രാത്രി 8:30-നും 9:00-നും ഇടയിലെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. രാത്രി 12-ന് ശേഷം പെൺകുട്ടി എങ്ങനെ പുറത്തുപോയി എന്നായിരുന്നു മമതയുടെ വിവാദ പരാമർശം. രാത്രി 12:30-ന് ശേഷം വിദ്യാർത്ഥിനി എന്തിന് ക്യാമ്പസിന് പുറത്തുപോയി എന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ചോദ്യം കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തന്റെ വാക്കുകൾ വളച്ചൊടിച്ച് വിവാദമാക്കുകയായിരുന്നെന്ന് ന്യായീകരിച്ചെങ്കിലും വസ്തുതാപരമായി തിരുത്താൻ മമത തയ്യാറായിരുന്നില്ല. വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടത് രാത്രി 8:30-നും 9:00-നും ഇടയിലെന്നാണ് പുറത്തുവന്ന പ്രാഥമിക മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ കൈകാലുകളിലും മുഖത്തും കഴുത്തിലും ദൃശ്യമായ പരിക്കുകളൊന്നുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ടത് അർദ്ധരാത്രിക്ക് വളരെ മുമ്പാണെന്നും രാത്രി 10:15 മകളുടെ സുഹൃത്ത് ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു എന്നും പിതാവ് വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥിനി രാത്രി 7:58-ന് ക്യാമ്പസിന് പുറത്തുപോയെന്നും 9:31-ന് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയെന്നുമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. അതേസമയം സംഭവത്തിൽ ഉൾപ്പെട്ട 5 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ 1-ാം പ്രതി സഫീഖിനെ സ്വന്തം സഹോദരിയാണ് വിളിച്ചുവരുത്തി പോലീസിന് കൈമാറിയത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.